ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസ് കെ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് മാമലക്കണ്ടത്ത് വന്നിട്ട് അവിടെ നിന്ന് മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു റിവർ ക്രോസിങ്, പിന്നെ ഒരു എന്നാ പറഞ്ഞേ, ബാക്കി ഞാൻ പറയാനുള്ള നിങ്ങൾ കണ്ടു തന്നെ നോക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഇതിപ്പോൾ നമ്മൾ റിവർ ക്രോസിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏരിയ ആട്ടോ. ഇത് ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെയുള്ള ചുണക്കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ജീപ്പ് അവർ ഓടിക്കുന്നവരൊക്കെ തീ പോലെ കയറി പുറ കണ്ടപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വിഷയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളും പോയി കയറി കേട്ടോ. പണ്ട് നമ്മളിവിടെ വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വഴി ഉണ്ടായിരുന്നു. ഈ വഴിയിലൊരു ഇന്നോവ കിടന്നുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് വഴിക്ക് ഇറങ്ങി വന്ന വഴിക്ക് വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഡ്രൈവായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ മാമലക്കണ്ടം വന്നപ്പോൾ ഫുള്ള് കറങ്ങിയതാട്ടോ. അന്നാണ് ഫസ്റ്റ് ടൈം നമ്മൾ മറ്റേ കൊയിനിപ്പാറയ്ക്ക് കയറുന്നതും എല്ലാം. ഇതാണ് സ്ഥലം. ഇതിപ്പോൾ വെള്ളം കുറവാണെന്നാലും വെള്ളമുണ്ട് അത്യാവശ്യം. അപ്പോൾ ഈ വഴിക്ക് റിവർ ക്രോസ് ചെയ്ത് അവിടെ ഒരു ചേട്ടൻ നിൽക്കണതാണ്. അവിടെ നിന്ന് നേരത്തെ ഞങ്ങളന്ന് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ വഴിയോ ആ കാണുന്ന ബിൽഡിങ്ങോ ഒന്നുമില്ലായിരുന്നു. നേരെ വന്ന് കുഴിയിലേക്ക് ചാടി. അത് നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷേ നമ്മളിപ്പോൾ അതിലൂടെ എല്ലാം കയറി പോകാൻ പോകുന്നത്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിട്ട് കയറി പോകാൻ പോകുന്നത്. ഇതിപ്പോൾ കയറി പോകണേ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാമറമാനെ കൊണ്ട് അപ്പുറക്കൊണ്ടേ നിർത്താനുള്ള യാത്രയാട്ടോ. അപ്പുറക്കൊണ്ടേ നിർത്തിയിട്ട് വേണം നമ്മളിനി തിരിച്ചു വരാൻ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ടേ അവിടെ ഇറക്കി വിടാൻ വേണ്ടി നമ്മൾ കയറി പോയതാട്ടോ. എന്നിട്ട് നമ്മൾ റിവർ ക്രോസ് ചെയ്ത് ഒന്നും അറിയാത്തവരെ പല നൈസായിട്ട് നേരെ അക്കരെ പോയിട്ട് അവിടെ നിന്ന് ഇനി വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വണ്ടിയായിട്ട് വരണം. നല്ല പരിപാടിയല്ലോ. ഇതൊക്കെ കുറേ കലാപരിപാടികൾ, ഇതൊക്കെ ഓഫ് റോഡ് യാത്രകളിൽ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ എടുക്കാൻ, റീലെടുക്കാൻ, അങ്ങനെ പല കാര്യങ്ങളിലും റിപ്പീറ്റായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഇടാറൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ചുമ്മാ എന്ന് ഇട്ടു എന്ന് മാത്രം. കണ്ടില്ലേ, ഫുള്ള് വെള്ളം ഒഴുകാട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഓർക്കും എന്താ നല്ല ഒഴുക്കാണോ എന്നൊക്കെ ഒരു തോന്നലുള്ളിൽ വരും കേട്ടോ. എന്തായാലും വെള്ളത്തോട് കളിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാട്ടോ. ഇവിടുന്ന് ആ താഴത്തേക്ക് കാണുന്ന ഭാഗത്തേക്ക് ഒരു വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. കാരണം ഈ ചെന്ന് വണ്ടി ഇറങ്ങുന്ന ഭാഗത്തൊക്കെ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇറങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇറങ്ങൽ ഡേഞ്ചറാണ്. പിന്നെ ഇവിടെ വരുന്നവർ, ഇവിടെയുള്ള നാട്ടുകാർ പറയണത് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അങ്ങോട്ട് പോകരുത്, അവിടെ ഇറങ്ങരുത് എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ ഓർക്കുമോ അതിനാ നമുക്ക് ഇറങ്ങിയാൽ എന്താ കുഴപ്പം, ഇവിടെയുള്ളവർക്ക് മാത്രം ഇറങ്ങിയാൽ മതിയോ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പം പല അപകടങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് അവർ പറഞ്ഞത് നമ്മൾ മാക്സിമം കേൾക്കണം. എന്തായാലും ഓരോ വണ്ടിയും കടന്ന് പോവുകയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വെള്ളം ഒത്തിരി ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വണ്ടി ഇറങ്ങിക്കഴിയുമ്പം ഒരു ടയറിൻ്റെ ഒരു പകുതിയിലും ഒരു കാൽഭാഗമൊക്കെ വന്ന സൈസ് വെള്ളങ്ങളേ ഉള്ളൂ. ഫുള്ള് മൂടുന്ന രീതിയിലില്ല. ഇതിലും വെള്ളത്തിൽക്കൂടെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ അത്രയും ഉറപ്പ് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ വണ്ടി ഇറക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, ചില സ്ഥലത്ത് വലിയ കുഴികളുണ്ടാകാം, ചിലപ്പോൾ സ്ലിപ്പായിട്ട് അങ്ങ് പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ വെള്ളത്തിൽ ഇറക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ ഈ കയറി വന്നതും ചെറിയൊരു കയറ്റമൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കുത്ത് കയറ്റം തന്നെയാണ്. നമ്മളിത് വീഡിയോ എടുക്കുമ്പോഴത്തേന് ലെവലായിട്ട് തോന്നുന്നുള്ളൂ കേട്ടോ. മഴയായതുകൊണ്ട് ഡ്രോണൊന്നും പറത്താൻ നിന്നില്ല കേട്ടോ. ഉള്ള സമയം കൊണ്ട് വീഡിയോ എടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട്. കാരണം അവിടെ കുഴിയായിട്ട് കിടക്കും. അവിടെ പോയി കുത്തി മറിഞ്ഞ് മൊത്തം ചെളിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടോ നമ്മൾ പോണേ. നമ്മുടെ ജിതിമ്പ്രോടെ വണ്ടിയുടെ ടയറിൻ്റെ എയർ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളത്തിലായതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റുമല്ലോ. പക്ഷെ ആരിറങ്ങി നോക്കാൻ. പക്ഷെ നമ്മൾ നേരത്തെ പോയത് അവിടെ നിന്ന് നേരെ ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ചെയ്തു. നേരത്തെ വരുമ്പോൾ അവിടെ കോൺക്രീറ്റ് ഒന്നുമില്ല. നേരെ വന്ന് കല്ലിൽ ഇടിച്ച് നേരെ ആ പുഴയിലേക്ക് വന്ന് ചാടുന്ന ഒരു ഫീലായിരുന്നു അന്നൊക്കെ വന്നിരുന്നത്. ഓരോ സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ സുജിംബ്രോയുടെ പുതിയ താർ റോക്സ് വരുന്നുണ്ട് കേട്ടോ. മോഡിഫൈഡ് ആണ് ആള്.
എന്തായാലും കൊള്ളാം. പുതിയ താർ ഇറങ്ങിയിട്ട് അതിൻ്റെ 4 വീലിൻ്റെ റേറ്റ് ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് എന്നായാലും അറിയാം. 10-30 ലക്ഷം രൂപയ്ക്ക് ആവുമായിരിക്കും കേട്ടോ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ. പക്ഷെ എന്നാലും ഇവൻ്റെ തട്ടൊരു സൈഡിൽ താണു തന്നെ നിൽക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം അത് വേറെ ലെവലാട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ ഇത്രയും ഓഫ് റോഡുകൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അത് ഇനിയിപ്പോൾ പുതിയ താറൊന്നും കിട്ടിയിട്ട് അതാരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്താൽ നമുക്ക് ഓടിക്കാൻ തന്നാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ വീഡിയോ എടുക്കാൻ പോയാൽ നമുക്ക് അതിൻ്റെ റിവ്യൂ പോലെ എല്ലാം ചെയ്യാം. അല്ലാണ്ട് നമുക്കൊരു ഷോറൂമുകാർ നമുക്കൊരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ റിവ്യൂവിന് തരാൻ തയ്യാറായിട്ടില്ല. എന്താ കാരണം എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് റിവ്യൂ എടുക്കാനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ചുമ്മാ വായി തോന്നണത് വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ച് വീഡിയോ എടുത്തിടാനല്ലാണ്ട് പ്രൊഫഷണൽ സെറ്റപ്പിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് താറ് 4 വീല് 5 ഡോറിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കിട്ടിയാൽ ആഗ്രഹമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നല്ല നല്ല പുലികളും ഇഷ്ടംപോലെ ഓഫ് റോഡ് താരങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ, ഒരു കായലിൻ്റെ സൈഡിൽ നിന്ന് ചൂണ്ടയിടുന്ന ഒരു സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ വീഡിയോ ഇടും, ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്നായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ എപ്പോൾ വന്നാലും പോയി ചെളിയിൽ കൂടെ കയറി കുത്തി മറിഞ്ഞ് ചാടി മൊത്തം ചെളി വാരി എറിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും അവിടെ ചെന്ന് നമ്മൾ കുളമാക്കും കേട്ടോ. നമ്മൾ പോയി കഴിയുമ്പോൾ പശുവിനെയൊക്കെ ഇറക്കി ആൾക്കാർ ഇവിടെ കെട്ടാറുണ്ട്, ചിലർ കപ്പ നടാറുണ്ടെന്നൊക്കെ ഇവിടെ നിന്നന്മാർ പറയുന്നുണ്ട്. മൊത്തം ഉഴുത് മറിച്ച പോലത്തെ അവസ്ഥയിലാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് കയറി വന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ കയറി കഴിഞ്ഞിട്ടാണ് മുനിപ്പാറയിലേക്ക് പോകുന്നത്. അന്ന് ഞങ്ങൾ വന്നിട്ട് മുനിപ്പാറയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ നല്ല ഒരു അടാറ് വ്യൂ ആട്ടോ മുനിപ്പാറയിൽ. നമ്മൾ വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഇങ്ങനെ കയറി മെയിനായിട്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ആ ചെളിയിൽ ഒന്നും അറിയണം, അത് തന്നെയായിരുന്നു കേട്ടോ. ഇത് കറക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ പോലും കറക്ക സൈഡിലേക്ക് കയറാൻ പാടാ. ഒരിടത്തും പടങ്ങളല്ലോ. അത് കറങ്ങി വണ്ടിക്ക് വീണ്ടും കാറ്റ് പോകട്ടോ. അതുകൊണ്ട് ക്യാപ്പ് കിട്ടുമ്പോൾ അടിക്കുവാന്നാണ് പറഞ്ഞേക്കണേ ജിജിൻ ബ്രോ. ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും അടിച്ചതാലോ. യാസിന്തി അവിടെ വണ്ടി ഇറക്കി ചെളിയാക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഒരു സ്കോർപ്പിയോ വന്നുണ്ട് കേട്ടോ, നമ്മുടെ ന്യൂജൻ സ്കോർപ്പിയോ വന്നെ. പിന്നെ നമ്മുടെ ജീപ്പിൽ ചെറിയൊരു പണി എന്നു കാണിച്ചു തരാം കേട്ടോ. വലിയ പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല. ഇത് കണ്ടോ, ഈ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറിച്ച് ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്തോട്ടോ, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ പോയേക്കോ. ഞാൻ അപ്പുറ സൈഡ് കാണാം. ഈ പീസ് ഇവിടെ ഇരിക്കണമായിരുന്നു. ഇവിടെ നിന്ന് അത് പറഞ്ഞു വന്നു, മടങ്ങി അകത്തേക്ക് കയറി. ആർക്കും ശല്യമില്ലാണ്ട് പറഞ്ഞ അകത്തേക്കാണ് നിൽക്കണേ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒതുക്കിയിട്ടേക്കുക.
യാസീനിപ്പി വണ്ടി ഓടിക്കണല്ലോ, ഇനി ഇറക്കണ്ടോ? എന്നാ ഇറക്കോ, ഇറക്ക്. അടുത്ത നമ്മുടെ ഫോർച്യൂണറിന്റെ ഒഴിവാട്ടോ. അവിടെ തിരിക്കണ്ട, അതിലൂടെ വെക്കോ, ചാടിച്ചോണ്ട് വെക്കോ. പതുക്കെ പോയാൽ മതി കേട്ടോ. വലിയ ചെളിയൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് കയറി പോണു. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടുന്ന് വട്ടം ചാടിച്ചിട്ട് അങ്ങോട്ട് കയറിക്കണം. കാല് കൊടുത്ത് നോക്കോ, ചെളി ഇറക്കട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തിട്ട് കൂടുതൽ അറാമ്പറപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോവോ, ഫ്രണ്ടിലത്തെ എന്നാ പറഞ്ഞാൽ നമ്മുടെ ഹൗസിൻ്റെ ട്യൂബ് ചെരിഞ്ഞു പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നിർത്തുന്നത് നമ്മൾ ഇറക്കിയില്ല കേട്ടോ. പക്ഷെ ഇവരൊക്കെ ഇറക്കണ കണ്ടിട്ട് നമുക്കും ഇറക്കാതിരിക്കാൻ കൊതിയായിട്ട് പറ്റൂലായിരുന്നു. പിന്നെ യാസീനിപ്പയുടെ ബൊലേറോ എടുത്ത് ഓടിച്ച് ആത്മസംതൃപ്തി അണയേണ്ടതായിട്ട് വന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചോടെ ചെളി ഉണ്ടായില്ല. ഇവിടെ നിന്ന് ഓരോ തവണ നമ്മൾ വണ്ടിയിട്ട് കറക്കി കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു മഴ പെയ്യുമ്പോൾ ആ ചെളിയൊക്കെ അങ്ങ് ഒഴുകി പോകും. പിന്നെ അവിടെ താഴെയുള്ള പാറയിലേക്ക് എത്തും, പിന്നെ അവിടെ ഗ്രിപ്പ് ഉണ്ടാവും, പിന്നെ വണ്ടി കിടന്ന് കറങ്ങൂല, വണ്ടി ഈസി ആയിട്ട് കയറി പോകും. അതാണ് ആ ചെളിക്കൂടി കൂടെ പോകുമ്പോൾ വണ്ടി ഈസി ആയിട്ട് കയറണം. ഇപ്പറയുള്ള പുല്ലേക്കൂടെ വരുമ്പോഴാണ് വണ്ടി കിടന്ന് സ്ലിപ്പാകുന്നുള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ കയറുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു യാത്രയിലൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. നമ്മളെന്നാലും ഒരു ദിവസം ചുമ്മാ അടിച്ചു വിളിക്കാനായിട്ട് വന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ കയറിപ്പോയി സ്ഥലം കണ്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെയുള്ള ആൾക്കാരും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആൾക്കാരും ഒക്കെ സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ എന്താ കുഴപ്പം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കുമെന്നേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലുമൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന തെറിക്കുന്ന നമ്മൾ ഒരു ഉത്തരവാദിത്വം എന്നായാലും അതിന് പറയണേ ഒരു രീതിയിലും നമ്മൾ അംഗീകരിക്കുന്നതല്ല കേട്ടോ. ചിലപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തുടങ്ങേണ്ട പരിപാടി പുറപ്പുഴ പറഞ്ഞില്ല. കാട്ടിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫില്ലറിൻ്റെ ഇട കെട്ടി കൊടുക്കാണ്ടെന്ന്. ഗ്യാസിക്കാണ് വണ്ടി സ്പർച്ച് തുടങ്ങണം കേട്ടോ. അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ പുള്ളിയിട്ട് കറക്കി കൊതി ചേർക്കണേ അല്ല അതിനകത്ത് പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞു. ഏതിലൂടെ കയറ്റി കൊണ്ടുപോയാൽ ആ പെടണേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂടെ കയറ്റി നോക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് വണ്ടി സ്റ്റക്ക് ആവണം, പിന്നെ അത് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റാൻ നോക്കണം. അതൊക്കെയാണ് ഇതിനകത്തുള്ള എൻ്റർടൈൻമെൻറ്റ്. അതിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണേയാലോ, പക്ഷെ എങ്ങും താന്നില്ല കേട്ടോ. വണ്ടി ചെടിയായില്ല, അത് ആരും പറയില്ലല്ലോ. ഇച്ചിരിയോടെ കയറ്റിയിട്. അടിയടി
വലിയ ചെളി കൂടെ പോയപ്പോഴേക്കും ഒരു കുലുക്കമില്ലായിരുന്നു കേട്ടോ. റിവേഴ്സ് പോട്ടെ, സ്പീഡേ പൊക്കോ. അപ്പൊ തന്നെ മുമ്പോട്ട് എടുത്തോ. ആട്ടമുണ്ട് ആട്ടമുണ്ട് ആട്ടമുണ്ട്. ഒന്നോടെ ഒന്നോടെ പോട്ടെ പോട്ടെ, ഒന്നോടെ ബാക്കി പോട്ടെ 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 പോട്ടെ, റിവേഴ്സ് പോട്ടെ, റിവേഴ്സ് പോയിട്ട് പോട്ടെ. നിർത്തണ്ട, എയർ പോകുന്നതിന് മുന്നേ എടുത്തോ. ഒന്നുകൂടെ പോട്ടെ പുറകോട്ട്. പോട്ടെ 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 പോട്ടെ. നിർത്തണ്ട, എയർ പോകുന്നതിന് മുന്നേ എടുത്തോ. ഞാൻ നാളെ 2 കൗണ്ടായിട്ട് വരുവാ. ഇത് നിങ്ങൾ വിച്ചിട്ടാക്കി വെക്കില്ല, എനിക്ക് എത്ര ഭയമുള്ളൂ. റിവേഴ്സ് പിടിച്ചോ, റിവേഴ്സ്. എങ്ങനെ പോട്ടെ പോട്ടെ പോട്ടെ. ആ കല്ലേ കറക്റ്റ് കയറിക്കോ. പോട്ടെ പോട്ടെ, ആത്മവിശ്വാസം കൊടുത്താൽ മതി, കയറിപ്പോക്കോളും, ജീപ്പല്ലേ. ആ പോണ്ട പോണ്ട പോണ്ട, പോട്ടെ 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 പോട്ടെ. പോട്ടെ. ആ ഒന്നോടെ ഒന്നോടെ പോട്ടെ. കൂടാ നമ്മൾ സുല്ലാണ് കുറച്ചുകൂടെ സുല്ലാണ് എൻ്റെ വീഡിയോ. അപ്പം ഏതൊരു വണ്ടി ഭ്രാന്തിൻ്റെ ഉള്ളിലും ചെറിയൊരു എന്നാ പറഞ്ഞ ഒരു കുട്ടിത്തം ഉണ്ട്. അതാണ് ഇപ്പം കണ്ടതൊക്കെ കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. എന്നായാലും അടുത്ത ദിവസത്തെ വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കി പിന്നെയും കാണാം കേട്ടോ. അപ്പോൾ എന്നായാലും വേണ്ടില്ല, അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ ബൈ.